തിരുവനന്തപുരത്ത് കരിക്കകത്ത പോലീസ് ജീപ്പ് പുഴയിലേക്ക് മറിഞ്ഞു. പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, അപകടം എപ്പോഴാണ് ഉണ്ടായത്? ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കവേ പോലീസ് ജീപ്പ് സംരക്ഷണ ഭിത്തി ഇടിച്ച് മറിച്ച് പാർവതി പുത്തനാറിലേക്ക് വീഴുകയായിരുന്നു. പേട്ട പോലീസ് സ്റ്റേഷനിലെ ജീപ്പാണ് പാർവതി പുത്തനാറിലേക്ക് മറിഞ്ഞത്. ഈ അപകടമുണ്ടാകുന്ന സമയത്ത് ഡ്രൈവറും SIയുമാണ് ജീപ്പിൽ ഉണ്ടായിരുന്നത്. വലിയ ഒഴുക്ക് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ജീപ്പ് മറിയുന്ന സമയത്ത് രണ്ടുപേരും ജീപ്പിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ എത്തിയാണ് പോലീസ് ജീപ്പിനെ പാർവതി പുത്തനാറിൽ നിന്നും കയറ്റിയത്. പുലർച്ചെ ഈ വാഹനം വീഴുന്ന ശബ്ദം കേട്ട നാട്ടുകാരാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. തുടർന്ന് ഏകദേശം അരമണിക്കൂറോട് കൂടി തന്നെ ക്രെയിൻ എത്തി പോലീസ് ജീപ്പും പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ഒഴുക്ക് ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. രണ്ടുപേർക്കും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയേണ്ടത്. ഈ കരിക്കകം ആറ്റിവരമ്പത്താണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ ആറ്റിവരമ്പ് കരിക്കകം എന്ന ഒരു പ്രദേശം സ്കൂൾ വാന് മറിഞ്ഞ് കുട്ടികൾക്ക് അപകടം സംഭവിച്ച ഒരു പ്രദേശം കൂടിയാണ് ഈ പാർവതി പുത്തനാർ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്ക് ഉണ്ടാവാറുള്ള ഒരു ജലാശയം കൂടിയാണ്. അത്തരത്തിൽ വലിയ അടിയൊഴുക്കോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വെള്ളമോ ഇല്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയെന്ന് തന്നെ വേണം പറയാൻ. നിലവിൽ 2 പേർക്കും വലിയ പരിക്കുകളില്ല. അതിൽ ഒരാൾക്ക് ചെറിയ രീതിയിലുള്ള BP പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിൽ കിടക്കുകയാണ്. മറ്റൊരാൾക്ക് വലിയ പരിക്കുകൾ ഒന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ജീപ്പും ഈ പാർവതി പുത്തനാറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ശരി സൂര്യ.